ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ചപ്പാത്തി ചുരുണ തിരക്കിലാണ് ഒരാൾ. അപ്പോൾ എനിക്കെന്ത് തലവേദന പോലെ ആയിട്ടാണ് ഉണ്ടായിരുന്നു. അപ്പോൾ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചൂടാൻ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് വന്ന് ചൂടുകയാണ്, എന്നെ സഹായിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്ന് ചൂടുകയാണെന്നാണ് കാണുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടൊക്കെ ചുട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കറി ബാക്കി ഞാൻ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഞാൻ ചുട്ടു. അതുപോലെ തന്നെ എന്താ പറയുക, കറി ഉരുളൻകിഴങ്ങ് കറി ഇഷ്ടംപോലെ ഉണ്ടാക്കി. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കൊടുന്നിട്ടുണ്ട്. നാളെ പെരുന്നാളാണ്. അപ്പോൾ ഇത് ചില്ലി ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചിക്കനാണത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ കറി ബിരിയാണിക്കുള്ള ചിക്കൻ വേറെയും ചില്ലി ചിക്കനുള്ള ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എൻ്റെ ഒരു വിധത്തിൽ എൻ്റെ ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് തേക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി ചിരണ്ടിയെടുത്തു. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സബോള, ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം. ചെറുതാണ് എടുക്കേണ്ടത്. എന്നിട്ട് ചെറിയുള്ളി ഉണ്ടാകുന്നില്ല, അപ്പോൾ അത് കാരണം സബോളയാണ് എടുത്തത്. എന്നാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. സബോളയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെയുള്ള പൊടികൾ, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്താ പറയുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്താ പറയുക, ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചില്ലി ചിക്കനിലേക്കുള്ള മസാല അങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടാവും, അന്നേരം സാരമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ചില്ലി ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് ഞാൻ തലേദിവസമാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നത്. മസാലയൊക്കെ വാട്ടി നന്നായി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനായിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്യുക. അടുത്തത് നമ്മൾ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കനാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതാ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ പീസുകളാണ്. ഇനി ഇതിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയും, അതുപോലെ ചെറുനാരങ്ങ, ചെറുതായ കാരണം ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ തൈരും വേണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക, കുറച്ച് സവോള. ഈ സവോള നന്നാക്കണമെന്ന് വെച്ചാൽ സവോള വറുത്തെടുക്കണം. നമുക്കൊന്ന് ബിരിയാണിക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തിടാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ചിക്കൻ ഈ മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിൽ ഈ ചിക്കൻ ഹൈദരാബാദി ആണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഈ വറുത്തിട്ട് എന്താ പറയുക, അതാണ് അതിലിടുന്നത് മസാലയിൽ. സബോളൊക്കെ ഇവിടെ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണെന്ന് വറുത്തെടുക്കണത്. അപ്പോൾ അതിൽ കുക്കർ വെച്ചിട്ട് കുറച്ച് ഓയിൽ, വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അരിഞ്ഞ സബോള ഇട്ടിട്ട് വറുത്തെടുക്കാം. എല്ലാതും കൂടി ഒരുമിച്ച് ഇടുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എല്ലാ സവോളയൊക്കെ നന്നായി എന്താ പറയുക വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിനിട്ട് നമ്മൾ എന്താ പറയുക, അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം
നമ്മുടെ ഗരം മസാല ഉണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയും പിഴിയുക, കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് അതൊന്ന് മിക്സ് ആക്കുകയാണ് ചെയ്യണത് ആദ്യം. ചെറിയ നാരങ്ങ അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തോളാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാതും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ കുറച്ച് തൈരും ഒഴിക്കുന്നുണ്ട്. കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഇടുന്നതും അതുപോലെ തന്നെ നമ്മൾ സബോള വറുത്തെടുത്ത കുറച്ച് ഓയിലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ ശ്രദ്ധിച്ചോ. നെയ്യും അതുപോലെ തന്നെ കുറച്ച് വറുത്ത് വെച്ച സവോളയുടെ ഓയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തിരുമ്പി കൊടുക്കുക. ഇത് എന്താ പറയുക കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വയ്ക്കാൻ നല്ലതാണ്. ഞാനിത് തലേദിവസമാണ് എന്താ പറയുക ചെയ്ത് വെക്കണത്. അപ്പോൾ തലേദിവസം എന്താണ് എടുത്ത് ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം എടുത്തപ്പോഴേക്കും നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച സവോളയും കൂടി ഇതിലിടണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചിക്കനിലേക്ക് സവോള വറുത്തിട്ടാണ് ഇതിലിടുന്നത്. നമ്മൾ എല്ലാത്തിലും എല്ലാ ചിക്കൻ ബിരിയാണിയിലും ഇങ്ങനെ ഇടാറില്ല. ഹൈദരാബാദിലാണ് ഇപ്പോൾ ഇത് എന്താ പറയുക ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ പേടിച്ചാണ് വെക്കണം. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അത് രണ്ടും കൂടി ദമ്മിട്ടിട്ട് വേണമല്ലോ അത് വെക്കാൻ. അപ്പോൾ എങ്ങനെയാവും അവസ്ഥ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അത് കൈ കൊണ്ടൊക്കെ നല്ലോണം തിരുമ്പി മസാല ഒക്കെ അപ്പോൾ ഈ മസാല മണം അടിക്കുമ്പോൾ തന്നെ ചിക്കൻ അങ്ങനെ അവിടെ തിന്നാൻ തോന്നും. അപ്പോൾ ആ ഇടയിൽ കൈ ആ ചക്കനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കാണിക്കണതാണ് ഓരോ വിക്രസുകൾ. അതിൻ്റെ മസാല നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് നാളെ പെരുന്നാളിൻ്റെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ഒന്ന് ചപ്പാത്തി പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ചപ്പാത്തി പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചപ്പാത്തിയുടെ പാക്കറ്റ് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഞാനത് വെച്ചത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി 5:30 സമയമായപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നു. അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ 2 ആളും വന്നിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നു അവിടേക്കൊക്കെ 2 ആളും എൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചൊന്ന് പുറത്തെടുത്ത് വെച്ച് ബിരിയാണിക്കുള്ള ചിക്കൻ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ളതും. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ തലേദിവസം
മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പണികളും കഴിഞ്ഞ് ഒതുക്കിയതിന് ശേഷമാണ് മൈലാഞ്ചി ഇട്ടത്. അങ്ങനെ പിള്ളേരെല്ലാവരും എണീറ്റു. അവരെ പള്ളിക്കും കാര്യങ്ങളും കൂടിയും ഒക്കെ കഴിഞ്ഞു. അവരെ പള്ളിയിലേക്ക് ഞാൻ കൊണ്ടാക്കാൻ പോവാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 7 മണിക്കാണ് നിസ്കാരം. അപ്പോൾ അതിന് മുന്നേ നേരത്തെ പള്ളിയിൽ എത്തിക്കണമല്ലോ. അപ്പോൾ ഞാനാണ് കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ റോഡിൽ നിന്ന് കടത്തി കൊടുക്കാൻ വേണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർ പൊക്കോളും. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ്. കൊടുക്കാൻ പോവാണ്. ഇതാണ് അവരുടെ പെരുന്നാൾ ഡ്രസ്സാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം. ഇങ്ങനത്തെ കളർ ഇതേ മോഡൽ ഷർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ ഈ ഒരു കളർ അവിടെ കണ്ടുള്ളൂ തൂക്കിയിട്ടെടുത്ത്. ബാക്കി ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ തപ്പി പിടിച്ച് എടുത്ത് തന്നതാണ്. ഭാഗ്യത്തിന് കിട്ടി. കളർ ഇതേ ഷർട്ടിൻ്റെ ഭാഗ്യത്തിന് കൂടി കിട്ടി കളർ ചേഞ്ചിൻ്റെ. ഞങ്ങൾ ഇങ്ങനത്തെ കളർ ചേഞ്ചാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരുപോലത്തെ. അപ്പോൾ അത് ഭാഗ്യത്തിന് എന്തായാലും കിട്ടി. അങ്ങനെ അവരെ കൊണ്ടാക്കി വന്നു. ശേഷം ഞങ്ങൾക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കാലത്ത്, പാലട പായസം. അപ്പോൾ അതൊന്ന് കുറച്ച് വേറെ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ബാക്കി എന്താ പറയുക, ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണില്ല. അന്ന് പണിന്ന് കുറച്ച് ഒതുക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാളിനെടുത്ത ടോപ്പ്. 2 ടോപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊരു ടോപ്പാണിത്. ഏത് ടോപ്പാണ് ഇഷ്ടമായി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇതിൻ്റെ ഈ എന്താ പറയുക, കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കോളറും ടൈപ്പ് അങ്ങനെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് ഇടാനായിട്ട്. നല്ല കറക്റ്റ് ഷേപ്പാക്കി കറക്റ്റ് ഷേപ്പിനാണ് ഇത് കിടക്കുന്നത്. അതുപോലെ അടുത്ത ടോപ്പാണിത്. അപ്പോൾ ഇതാണോ മറ്റേ ടോപ്പാണോ നേരത്തെ കാണിച്ച ടോപ്പാണോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ഇതും ആ ഒരു മോഡൽ തന്നെയാണ്. കഴുത്ത് ആ കോളറിൻ്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗി കളർ എനിക്കങ്ങനെ ഇല്ല. അപ്പോൾ അത് കാരണം ഭംഗി കൂടി കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് ഇനി എന്താ പറയുക, ബിരിയാണിയിലേക്കുള്ള വെള്ളം ബസ്മതി അരിയിലാണല്ലോ. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേണം ഇങ്ങനെ വേവിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ വെള്ളം വെച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. പിന്നെ അധികം മസാലകളെന്ന് പറയാനില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇഷ്ടമുള്ള ആവശ്യത്തിനുള്ള സ്പൈസസ് ഇടാൻ. അങ്ങനെ പട്ട അങ്ങോട്ട് ഇട്ടില്ല, ഗ്രാമ്പൂ ചേലക്കായ അങ്ങനെയുള്ള സംഭവം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് മാറ്റണം. അങ്ങനെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം ഈ ഇറച്ചിക്ക് എന്താ പറയുക, ഇറച്ചി ആദ്യം വേവിക്കാണ്ട് ബിരിയാണി വെച്ചിട്ട് ബിരിയാണി ഒരു പാകമാകുമ്പോൾ വേവിച്ചിട്ട് അത് ചിക്കനിലേക്ക് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചിക്കൻ വെന്തില്ലെങ്കിലോ വെച്ചിട്ട് ആദ്യം ചിക്കൻ കുറച്ചൊന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്ത് പിന്നെ ഒരു പകുതിയോളം ബിരിയാണി വേവിച്ചെടുത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ ഈ കുറച്ച് ലെയർ ആദ്യം ബിരിയാണി ഇട്ടു. അതിന് ശേഷം ഗരം മസാല അതിൻ്റെ മുകളിലിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടിട്ട് വറുത്തച്ച സബോളയും മല്ലിയിലയും പുതിന ഇട്ടില്ലേ മല്ലിയില അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കുറച്ച് തീയൊന്ന് കുറച്ച് കൂട്ടി ആദ്യം കുറച്ച് നേരം കൂട്ടി വെച്ചു. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ മസാല പറ്റിച്ചത് നമ്മുടെ ചില്ലി ചിക്കൻ അങ്ങനെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കണം. കുഴപ്പമില്ല, കുറച്ച് എന്താ പറയുക, ബിരിയാണി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കച്ചമ്പറിക്ക് നമ്മൾ സാധാ ഐറ്റംസ് തന്നെ, സബോള, കുറച്ച് തക്കാളി വലിയ പകുതി, പിന്നെ 2 പച്ചമുളക് കൂടിയിട്ട് അരിഞ്ഞിട്ട് കച്ചമ്പറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബിരിയാണി എങ്ങനെ ഉണ്ടാവും, എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനൊരു അമാന്തത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു.
അപ്പോൾ കുഴപ്പമില്ല, ഉപ്പിൻ്റെ ലേശം കുറച്ച് കുറവുണ്ട് മാത്രം. പക്ഷെ അത് നമ്മൾ കച്ചമ്പറ് കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ അറിയില്ല, അങ്ങനെ ഉപ്പ് കുറവുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഫുഡ് ഇങ്ങനെ കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും നല്ല അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. ഇത് കാരണം ഭക്ഷണം കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഞാനിങ്ങനെ സെർവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പാത്രത്തിലേക്ക് എടുക്കുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. പിന്നെ കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. പാത്രത്തിലേക്ക് വിളമ്പി ഒരാളോട് വിശന്ന് വലഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.